പലരും സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഒരുപാടൊന്നും ആലോചിക്കണ്ട, ഉത്തരം വളരെ സിമ്പിളാണ്. പണം നഷ്ടപ്പെടുമെന്ന ഭയം. സ്റ്റോക്ക് മാർക്കറ്റിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ദീസ് ആർ സബ്ജക്റ്റഡ് ടു മാർക്കറ്റ് റിസ്ക്. ഇവിടെ പണം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ പലർക്കും ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിയാവും. അത് നമ്മൾക്ക് ഒരിക്കലും തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മളുടെ ഒരു സാമ്പത്തിക ഭദ്രത ഒരുപാടൊന്നും ഇല്ലെങ്കിൽ, നമ്മളുടെ കയ്യിൽ കുറച്ച് പണമേ ഉള്ളൂ എങ്കിൽ അത് പ്രൊട്ടക്റ്റ് ചെയ്യലാണ് നമ്മളുടെ അൾട്ടിമേറ്റ് ലക്ഷ്യം, അല്ലേ? അത് നമ്മുടെ സർവൈവലിൻ്റെ ഭാഗമാണ്. അത് റിസ്ക് എടുത്ത് ഇരട്ടിപ്പിക്കുന്നതിനേക്കാളും എത്രയോ ഇമ്പോർട്ടൻ്റ് ആണ് അത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കുറേ പേര് ഈ ഭയം കാരണം ഇൻവെസ്റ്റ് ചെയ്യില്ല. പിന്നെ ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്ന ചില നിക്ഷേപകരുടെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഷോർട്ട് ടേമിൽ വലിയൊരു റിട്ടേൺസ് കിട്ടണം, അല്ലെങ്കിൽ ചെറിയ നിക്ഷേപത്തിൽ നിന്ന് എനിക്ക് വലിയ ലാഭം കിട്ടണം. അതുകൊണ്ടാണ് പലരും പെന്നി സ്റ്റോക്സിന് പുറകെ പോകുന്നത്. അതായത് ഒരു 1000 രൂപ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ലക്ഷങ്ങൾ കിട്ടണം. അതായത് ഒരു ഷോർട്ട് ടേം സക്സസ്സിനാണ് പലരും സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്നത്. അപ്പോൾ അവിടെ എന്താണ് ഉള്ളത്? നമ്മുടെ ഫീലിങ്സ് എന്താണ് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്? നമ്മൾക്ക് ഭയം ഉണ്ടാവും, ഡെഫിനറ്റ്ലി. അത്യാഗ്രഹമുണ്ട്, അല്ലേ? ഫിയർ ആൻഡ് ഗ്രീഡ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഈ ഫിയർ ആൻഡ് ഗ്രീഡ് ഉള്ള ടൈമിൽ മണി റിലേറ്റഡ് ഡിസിഷൻസ് എടുക്കാത്തതാണ് നല്ലത്. പലരും പല ഫിനാൻഷ്യൽ സ്കാംസിൽ ചെന്ന് പെടുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെല്ലാവരും പെടുന്ന ഒരു സ്കാമിനെ പറ്റി പറയാം. നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ, ദിസ് ഓഫർ ഈസ് വാലിഡ് ഓൺലി ഫോർ 24 hours. ഇപ്പോൾ വാങ്ങണം, ഇപ്പോൾ വാങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഈ അവസരമില്ല. ആക്ട് നൗ, അല്ലെങ്കിൽ നിങ്ങൾ തീർന്നു. ഇത് ഏറ്റവും വലിയ സ്കാമാണ്. ഇവിടെ അവരെന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മളുടെ അത്യാഗ്രഹവും ഭയവും അതാണ് ട്രിഗർ ചെയ്യുന്നത്. ഈ ഒരു ഫിയറും ഗ്രീഡും നമ്മളിൽ വന്നാൽ തന്നെ നമ്മുടെ ലോജിക്കൽ ബ്രെയിൻ വർക്കാവില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാനുള്ളത് പോലെ, ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്കൊരു സർവൈവൽ മൈൻഡ് സെറ്റിന് പകരം നമ്മൾ വളരെ കാമായിട്ട് ആ പണത്തിൻ്റെ സെക്യൂരിറ്റി ഫീൽ ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് പണം സ്വപ്നം കാണുന്നതിൻ്റെ കൂടെ കണ്ണുമൂടി ആ പണം തരുന്ന സുരക്ഷിതത്വം, അത് തരുന്ന സ്വാതന്ത്ര്യം, കടമില്ലാത്തതിൻ്റെ സന്തോഷം, നമ്മളുടെ കടമൊക്കെ അടച്ചു കഴിഞ്ഞിട്ട് ഒരു മനസ്സമാധാനം കിട്ടൂലേ, ആ മനസ്സമാധാനമൊക്കെ ഫീൽ ചെയ്ത് വേണം നമ്മൾ ഫിനാൻഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ. ഒരിക്കലും ഈ ഒരു അഭാവത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അത്യാഗ്രഹത്തിൻ്റെ ഭയത്തിൻ്റെ മുകളിൽ നിന്ന് സ്വപ്നം കാണരുത്. സന്തോഷത്തോടെ നമ്മൾ സ്വപ്നം കാണാം, സന്തോഷത്തോടെ പലതും ആഗ്രഹിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ നമ്മൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാം. ഈ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സർവൈവൽ മൈൻഡ് സെറ്റിലല്ല, മറിച്ച് പണത്തിൻ്റെ സെക്യൂരിറ്റി ഉൾക്കൊണ്ട് മ്യൂച്വൽ ഫണ്ടിലേക്കുള്ള ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. അപ്പം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ നമ്മൾക്കൊരു മ്യൂച്വൽ ഫണ്ട് തുടങ്ങാം എന്നതാണ്. അപ്പം എനിക്ക് നിങ്ങൾ വാക്ക് തരേണ്ട ഒരു കാര്യം, ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുന്നുണ്ടെങ്കിൽ ഈ ടെൻഷനും പരിഭ്രാന്തി ഇതൊക്കെ മാറ്റി വെച്ച് കാമായിട്ടുള്ള മൈൻഡ് സെറ്റിൽ കുറച്ച് ഡീപ്പ് ബ്രീത്തൊക്കെ എടുത്ത് തുടങ്ങുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ നമ്മൾ എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങുമ്പോഴും KYC ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. നോ യുവർ കസ്റ്റമർ. അതായത് KYC എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉപഭോക്താവിനെ അറിയുക. ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബിക്കോസ് നമ്മൾ ആരാണെന്ന് ആ മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക് അറിയണ്ടേ, നമ്മൾ ആരാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് നമ്മുടെ കയ്യിൽ വേണം. ഒന്ന് നമ്മളുടെ ആധാർ കാർഡ്, മറ്റൊന്ന് നമ്മുടെ പാൻ കാർഡ്, പിന്നെ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടാവണം. അതിൻ്റെ ചെക്ക് ലീഫ് അല്ലെങ്കിൽ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നമ്മുടെ കയ്യിൽ വേണം. ഇത് മൂന്നും ഹാർഡ് കോപ്പി വേണമെന്നില്ല, സോഫ്റ്റ് കോപ്പി ആയാലും മതി. അതായത് നമ്മൾ ഇതൊക്കെ ചെയ്യാൻ പോകുന്നത് ഓൺലൈനിലൂടെയാണ്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളും നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ഇനി നിങ്ങൾക്ക് വേണ്ടത് ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ എവിടെ നിന്നാണ് നിക്ഷേപിക്കാൻ പോകുന്നത്? ഇതിന് നിങ്ങൾക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻ എ, നേരിട്ട് AMC വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിക്ഷേപിക്കാം. അതായത് നിങ്ങൾക്ക് SBIൻ്റെ ഒരു മ്യൂച്വൽ ഫണ്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ SBI മ്യൂച്വൽ ഫണ്ടിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാം. അല്ല, നിങ്ങൾക്ക് ICICI മ്യൂച്വൽ ഫണ്ടിൻ്റെ ഒരു മ്യൂച്വൽ ഫണ്ടാണ് വാങ്ങേണ്ടതെങ്കിൽ ICICI മ്യൂച്വൽ ഫണ്ടിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ AMC വെബ്സൈറ്റ്സ് എന്നൊക്കെ നമുക്ക് ഡയറക്റ്റ് ഫണ്ട്സ് ആണ് വാങ്ങാൻ സാധിക്കുക. ഡയറക്റ്റ് ഫണ്ട്സ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് മ്യൂച്വൽ ഫണ്ട്സിൽ 2 ടൈപ്സ് ഓഫ് ഫണ്ട്സ് ഉണ്ട്. ഒരേ ഫണ്ട് റെഗുലർ ഫണ്ടായിട്ട് നമുക്ക് കിട്ടും, ഡയറക്റ്റ് ഫണ്ടായിട്ടും കിട്ടും. ഫോർ എക്സാമ്പിൾ, ആക്സിസ് സ്മോൾ ക്യാപ്പ് റെഗുലർ ഫണ്ടും ഉണ്ടാവും, ആക്സിസ് സ്മോൾ ക്യാപ്പ് ഡയറക്റ്റ് ഫണ്ടും ഉണ്ടാവും. ഈ ഡയറക്റ്റ് ഫണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് AMC വഴി വാങ്ങാൻ പറ്റും. അതിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കുറച്ച് കുറവായിരിക്കും, നിങ്ങളുടെ റിട്ടേൺസ് കുറച്ച് കൂടുതലായിരിക്കും. റെഗുലർ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ കുറച്ച് കൂടുതലായിരിക്കും, കാരണം അവിടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഫീസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ഈടാക്കും. അപ്പോൾ ഈ റെഗുലർ ഫണ്ട് എപ്പോഴാണ് ആൾക്കാർ വാങ്ങേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് AMC വെബ്സൈറ്റ് വഴി കിട്ടുന്ന ഡയറക്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് ആയിരിക്കും. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഓൺലൈൻ നിക്ഷേപ പ്ലാറ്റ്ഫോം വഴി. ഇതാണ് ബിഗിനേഴ്സിന് ഏറ്റവും നല്ലത്. നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ബി സ്വീകരിക്കാൻ ശ്രമിക്കുക. ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് സിറോദയുടെ കോയിൻ അല്ലെങ്കിൽ ഗ്രോ ആപ്പ്, Paytm മണി, കുവേര, ET മണി ഇതുപോലുള്ള പ്ലാറ്റ്ഫോമുകൾ ചൂസ് ചെയ്യാം. അതായത് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ഒക്കെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് നമ്മൾക്കൊരു യൂസർ ഇൻ്റർഫേസ് ക്രിയേറ്റ് ചെയ്ത് തരികയാണ്. നമ്മൾക്ക് ഇവർ വഴി വാങ്ങാം. അപ്പം ഇതിൽ ഇവർ മ്യൂച്വൽ ഫണ്ട് വാങ്ങുന്നതിന് നമ്മളടുത്ത് നിന്ന് പൈസ ഈടാക്കുന്നില്ല. അപ്പം ഇതിൽ ഏതാണ് മോശം ഏതാണ് നല്ലത് അങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നുന്നത്, യൂസർ ഇൻ്റർഫേസ് ഏതാണ് ബെറ്റർ എന്ന് തോന്നുന്നത് അത് ചൂസ് ചെയ്യാം. ഭയങ്കര കൺഫ്യൂഷനാണ്. ഇപ്പം നിങ്ങൾക്ക് സിറോദ എടുക്കണോ ഗ്രോ എടുക്കണോ എന്നറിയില്ല,
അപ്പം എന്നോട് അങ്ങനെ ഇതിൽ ഏതെങ്കിലും 2 ചൂസ് ചെയ്യണമെന്ന് എന്നോട് വെച്ച് ഞാൻ പറയും നറുക്കിട്ടിട്ട് എടുത്തോന്നേ ഞാൻ പറയുള്ളൂ. കാരണം പർപ്പസ് മീറ്റ് ചെയ്യുന്നുണ്ട് 2 ആപ്പും. നമ്മൾക്ക് മ്യൂച്വൽ ഫണ്ട് വാങ്ങാനുള്ള യൂസർ ഇന്റർഫേസ് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാ AMCന്റെ ഫണ്ട്സും ഒരേ സ്ഥലത്ത് നമുക്ക് വാങ്ങാൻ പറ്റും. നേരെ മറിച്ച് SBI മ്യൂച്വൽ ഫണ്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിന്റെ AMC സൈറ്റിൽ പോകണം, ICICI വാങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ സൈറ്റിൽ പോകണം. അത് അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ ഒരു ആപ്പ് തരുന്ന ഒരു ഗുണം എന്ന് വെച്ചാൽ എല്ലാ ഫണ്ട് ഹൗസിന്റെയും ഫണ്ട്സ് ഒരേ സ്ഥലത്ത് നമുക്ക് കാണാനും പറ്റും, ട്രാക്ക് ചെയ്യാനും പറ്റും, വാങ്ങാനും പറ്റും. ഇനി ഓപ്ഷൻ C എന്ന് പറയുന്നത് നമുക്കൊരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസറിന്റെ അടുത്ത് പോവാം, അല്ലെങ്കിൽ ഇപ്പോൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ അവരും മ്യൂച്വൽ ഫണ്ട്സ് ഒക്കെ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മൾക്കൊരു സർവീസ് ചെയ്തു തരുന്നതുകൊണ്ട് റെഗുലർ ഫണ്ട്സ് ആയിരിക്കും സജസ്റ്റ് ചെയ്യുക. അപ്പോൾ റെഗുലർ ഫണ്ട് സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്കൊരു കമ്മീഷൻ നമ്മുടെ റിട്ടേൺസിൽ നിന്ന് കിട്ടും. അവരുടെ സർവീസിന് നിങ്ങൾ വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓപ്റ്റ് ഫോർ റെഗുലർ ഫണ്ട്സ്. അവർ വേറൊരു സർവീസും ചെയ്തു തരുന്നില്ല എന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ബാങ്കിലൊക്കെ പോയിട്ട് അവർ ജസ്റ്റ് ആ ബാങ്കിന്റെ കുറച്ച് ഫണ്ട്സ് മാത്രമാണ് നമുക്ക് പറഞ്ഞു തരുന്നതെങ്കിൽ നമുക്ക് റെഗുലർ ഫണ്ട് ചൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഡയറക്റ്റ് ഫണ്ട്സ് തന്നെ സെലക്ട് ചെയ്യാം. മറിച്ച് ഒരു ഇൻവെസ്റ്റ്മെന്റ് അഡ്വൈസർ അദ്ദേഹത്തിന്റെ സർവീസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ റെഗുലർ ഫണ്ട്, അതർവൈസ് യു ക്യാൻ ഗോ ഫോർ ഡയറക്റ്റ് ഫണ്ട്സ്. അപ്പോൾ ബാങ്കിലൊക്കെ പോയിട്ട് അവർ ഫണ്ട് പറഞ്ഞു തരുന്ന സമയത്ത് നിങ്ങൾ നോക്കേണ്ടത് അവർ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഫണ്ട്സ് സെലക്ട് ചെയ്ത് തരുന്നത് എന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അല്ലാണ്ട് റാൻഡംലി ഫണ്ട്സ് പറഞ്ഞു തരുന്നുണ്ടെങ്കിൽ ദെൻ റെഗുലർ ഫണ്ട് ഓപ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, എവിടെ പോയി ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്ത സ്റ്റെപ്പ്, ഏത് ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണം? വാട്ട് ഈസ് മൈ ഫസ്റ്റ് മ്യൂച്വൽ ഫണ്ട്? ആയിരക്കണക്കിന് ഫണ്ട്സ് ഉണ്ട്, ഇതിൽ നിന്ന് ഏത് ഞാൻ സെലക്ട് ചെയ്യും അല്ലേ? അപ്പോൾ ഇത് നമ്മളുടെ ആദ്യത്തെ നിക്ഷേപമായതുകൊണ്ട് ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് വെക്കാം. ഇപ്പം ഞാൻ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഞാൻ 2 ഓപ്ഷനാണ് എടുക്കുക. ഞാനൊരു ബിഗിനർ ആണെങ്കിൽ ഒന്ന് ഒരു ഇൻഡെക്സ് ഫണ്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യും, മറ്റൊന്നൊരു ഫ്ലെക്സി ക്യാപ് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഞാൻ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ആഗ്രഹിക്കുന്നത്, മിനിമം 5 ഇയേഴ്സ് ഞാൻ ഹോൾഡ് ചെയ്യും, ഇതിൻ്റെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ ഈ 2 ഫണ്ട്സ് ആയിരിക്കും ഞാൻ ചൂസ് ചെയ്യുക. പക്ഷേ നിങ്ങൾ റിസ്ക് എടുക്കാൻ കൂടുതൽ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും റിസ്ക് കൂടിയ ഫണ്ട്സ് സെലക്ട് ചെയ്യാം. നിങ്ങളുടെ പ്രായം കുറവാണെങ്കിൽ, വളരെ യങ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരു സ്മോൾ ക്യാപ് ഫണ്ടോ അല്ലെങ്കിൽ മിഡ് ക്യാപ് ഫണ്ടോ ചൂസ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഓരോ ഫണ്ടിനെ പറ്റിയിട്ടും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചാനലിൽ തന്നെ ക്രിയേറ്റ് ചെയ്ത മ്യൂച്വൽ ഫണ്ട് സീരീസ് കാണാൻ ശ്രമിക്കുക. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ അതിൽ SIP ചെയ്യാൻ ശ്രമിക്കുക, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ. SIP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മ്യൂച്വൽ ഫണ്ട് അല്ല. SIP എന്ന് പറഞ്ഞാൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് മെത്തേഡാണ്. നമ്മൾ സിസ്റ്റമാറ്റിക്കലി ഒരു സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ SIP എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാസാമാസം ഒരു പണം നിക്ഷേപിക്കാൻ തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പണം നിക്ഷേപിക്കാൻ തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ 3 മാസം കൂടുന്തോറും ഒരു എമൗണ്ട് നിക്ഷേപിക്കാൻ തീരുമാനിക്കുകയാണ്. അപ്പം നമ്മൾ ചൂസ് ചെയ്യാം. സാലറി ഒക്കെ കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് മന്ത്ലി SIP ആണ്. നേരെ മറിച്ച് നിങ്ങളൊരു ഫ്രീലാൻസർ ആണ്, നിങ്ങൾക്ക് അങ്ങനെ റെഗുലറായിട്ട് ഇൻകം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഓരോ ഫണ്ടും നമ്മൾ തിരഞ്ഞെടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഈ പ്ലാറ്റ്ഫോമിലൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് SIP എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും, ലംസം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പം SIP ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെഗുലറായിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇത് നമുക്ക് മാനുവലി ചെയ്യാം. അതായത് ഓരോ മാസവും ഞാൻ തീരുമാനിക്കുകയാണ് എനിക്ക് ഇത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അത് ഞാൻ എല്ലാ മാസവും പോയിട്ട് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാം മാനുവലി. മറിച്ച് നമുക്കത് ഓട്ടോമേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതായത് ഞാനൊന്നും അറിയണ്ട, എൻ്റെ അക്കൗണ്ടിൽ എല്ലാ മാസവും സാലറി വരുന്നുണ്ട്, ആ സാലറിയിൽ നിന്ന് ഒരു എമൗണ്ട് മ്യൂച്വൽ ഫണ്ടിൽ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. അതായത് ഈ പ്ലാറ്റ്ഫോമിനോട് പറയാം, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തോ, എല്ലാ മാസവും ഒരു 5000 രൂപ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇടാനുള്ള അനുമതി ഞാൻ തന്നിരിക്കുന്നു. അങ്ങനെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ അറിയണ്ട, എല്ലാ മാസവും നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ പറഞ്ഞ പണം ഈ ആപ്പ് വഴി മ്യൂച്വൽ ഫണ്ടിലോട്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യപ്പെടും. അങ്ങനെ നമുക്ക് ഓട്ടോമേറ്റും ചെയ്യാം. നേരെ മറിച്ച് നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാനുവലി പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം SIP. അപ്പോൾ ആ SIPൻ്റെ ഡേറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും, ആ ടൈം മറക്കാണ്ട് പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ പേഴ്സണലി ഞാൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ ഓട്ടോമേറ്റ് ചെയ്തു. കാരണം എത്രയൊക്കെ നമ്മൾ സിസ്റ്റമാറ്റിക് ആയാലും ചിലപ്പോൾ നമ്മൾ മറന്നു പോകും ചില മാസങ്ങൾ. അതുകൊണ്ട് ഓട്ടോമേറ്റ് ചെയ്ത് വെച്ചോ. ഓക്കെ, അപ്പോൾ എല്ലാ മാസവും ഒരു എമൗണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടും. സ്ഥിരമായിട്ട് റെഗുലർ ഇൻകം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ലംസം യൂസ് ചെയ്യാം. അപ്പം കുറച്ച് നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ലംസം എമൗണ്ട് ഇട്ട് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടരുക. ഇനി എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം അത് നിങ്ങൾ തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്ക് എത്ര രൂപ വരെ മാറ്റി വെക്കാൻ പറ്റും? അതായത് നമ്മൾ പലരും ചിന്തിക്കില്ല, എനിക്ക് മാറ്റി വെക്കാനൊന്നും പൈസയില്ല, എനിക്കിവിടെ ജീവിക്കാൻ തന്നെ പൈസയില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. ആ മൈൻഡ് സെറ്റ് മാറ്റിയാലേ നമുക്ക് രക്ഷയുള്ളൂ, ജീവിതത്തിൽ തന്നെ നമ്മൾ രക്ഷപ്പെടുള്ളൂ. ഇപ്പം നിങ്ങളെല്ലാവരും അനുഭവിച്ചൊരു കാര്യമായിരിക്കും, ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന സാലറിനേക്കാളും എത്രയോ കുറവായിരിക്കും, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിനേക്കാളും എത്രയോ കുറവ് വരുമാനത്തിൽ നിങ്ങൾ പണ്ട് ജീവിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ജീവിച്ചിട്ടില്ലേ? ഇല്ലേ? അപ്പം പൈസയൊക്കെ മാറ്റി വെക്കാൻ പറ്റും. നമ്മൾ വിചാരിച്ചാൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. നമ്മൾക്ക് കൊടുക്കുന്ന ഒരു എക്സ്ക്യൂസാണ്, അയ്യോ എനിക്ക് ജീവിക്കാൻ തന്നെ പൈസയില്ല, എനിക്ക് മാറ്റി വെക്കാൻ പൈസയില്ല. പൈസയൊക്കെ ഉണ്ട്,
ഓക്കെ, നിങ്ങളെ തന്നെ പറ്റിക്കുകയാണ്. അപ്പം അങ്ങനെ ചിന്തിക്കാണ്ട് ഒരു നിശ്ചിത എമൗണ്ട് മാറ്റി വെച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ KYC റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവണം, KYC പൂർത്തിയാക്കണം, പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്യണം, ഫണ്ട് സെലക്ട് ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം, SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ വലിയ തുകയൊന്നും ഇൻവെസ്റ്റ് ചെയ്യണമെന്നില്ല. ഈവൻ 100 രൂപ വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, 500 രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഓരോ നിക്ഷേപം വഴിയും നിങ്ങൾ നിർമ്മിക്കുന്ന സമ്പത്തിന് നിങ്ങളുടെ ഭാവി നിങ്ങളോട് നന്ദി പറയും. ഭാവി ഫ്യൂച്ചർ. ഓക്കെ, ഇനി എനിക്ക് അറിയേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ നിക്ഷേപിക്കാത്ത ഒരാളാണെങ്കിൽ എന്താണ് നിങ്ങളെ തടയുന്ന കാര്യം? വാട്ട് ഈസ് മേക്കിംഗ് യു ടു സ്റ്റോപ്പ് ഇൻവെസ്റ്റിംഗ്? നിങ്ങളത് താഴെ കമൻറ്റിലൂടെ എന്നെ ഒന്ന് അറിയിക്കുമോ? കാരണം ആ മൈൻഡ് സെറ്റ് മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വാട്ട് ഈസ് റിയലി മേക്കിംഗ് യു ടു വറി, അല്ലെങ്കിൽ ആ ഒരു തടസ്സം എന്താണ്? ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഹാപ്പി ഇൻവെസ്റ്റിംഗ്.